ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സലാലയിലെ അൽ ഹഫ ബീച്ചിൽ പുതിയ വിനോദസഞ്ചാര ആകർഷണമായി സലാല ഐ ശനിയാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നു. ഖരീഫ് സീസണിൽ സന്ദർശകർക്കായി പനോരമിക് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ഭീമൻ നിരീക്ഷണ ചക്രം ദിവസവും രാവിലെ 10 മണി മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കും. 55 മീറ്റർ ഉയരമുള്ള ഈ ഫെറിസ് വീലിൽ 30 പൂർണ്ണമായും അടച്ചതും എയർ കണ്ടീഷൻ ചെയ്തതുമായ ക്യാബിനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ ക്യാബിനിലും 6 പേർക്ക് വീതം യാത്ര ചെയ്യാനാകുന്നതിനാൽ ഒരു റൊട്ടേഷനിൽ 180 സന്ദർശകരെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഓരോ റൈഡിനും 8 മുതൽ 12 മിനിറ്റ് വരെ സമയമെടുക്കും. ഭിന്നശേഷിക്കാർക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാനാകുന്ന പ്രത്യേക ക്യാബിനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. മുഴുവൻ പ്രവർത്തനങ്ങളും ഒമാനി ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് നടക്കുക. ടിക്കറ്റുകൾ ഓൺലൈനായും ലഭ്യമാണ്. ഏർലി ബേർഡ് ടിക്കറ്റ് ഒരാൾക്ക് 6 ഒമാനി റിയാൽ, സ്റ്റാൻഡേർഡ് ടിക്കറ്റ് 7 റിയാൽ, 6 പേർ വരെ ഉൾക്കൊള്ളുന്ന ഫാമിലി ക്യാബിൻ 28 റിയാൽ എന്നിങ്ങനെയാണ് നിരക്ക്. ഖരീഫ് സീസൺ അവസാനിക്കുന്നതുവരെ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ പ്രത്യേക ഓഫറായി ടിക്കറ്റ് നിരക്ക് 5 റിയാലായി കുറച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അനാവശ്യ പ്രമോഷണൽ കോളുകളും സന്ദേശങ്ങളും നിയന്ത്രിക്കുന്നതിനും ടെലിഫോൺ തട്ടിപ്പുകൾ തടയുന്നതിനുമായി ഒമാനിലെ ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കി. പ്രമോഷണൽ സർവീസ് കോളുകൾ, വാല്യൂ ആഡഡ് സർവീസുകൾ, ഓട്ടോമേറ്റഡ് കോളുകൾ എന്നിവയെ ഉൾക്കൊള്ളുന്നതാണ് പുതിയ ചട്ടങ്ങൾ. ടെലികോം കമ്പനികൾക്കും സേവനദാതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട പുതിയ ബാധ്യതകളും നിശ്ചയിച്ചിട്ടുണ്ട്. പ്രമോഷണൽ സർവീസ്, വാല്യൂ ആഡഡ്, ഓട്ടോമേറ്റഡ് കോളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമോ വ്യാപാരപരമോ ആയ പേര് കോളർ ഐ ഡിയിൽ പ്രദർശിപ്പിക്കണം. പ്രമോഷണൽ കോളുകളും സന്ദേശങ്ങളും രാവിലെ 8 മുതൽ രാത്രി 9 വരെ മാത്രമേ അനുവദിക്കൂ. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമുള്ള വൈകല്യങ്ങൾക്ക് മാത്രമാണ് ഇളവ്. അനാവശ്യ പ്രമോഷണൽ കോളുകളും സന്ദേശങ്ങളും തടയാനും വാല്യൂ ആഡഡ് സേവനങ്ങൾ റദ്ദാക്കാനും ടെലികോം കമ്പനികൾ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. എല്ലാം അയക്കുന്ന ഐഡികളെയോ തിരഞ്ഞെടുത്ത നമ്പറുകളെയോ ബ്ലോക്ക് ചെയ്യാനും റദ്ദാക്കിയ ശേഷവും സന്ദേശങ്ങളോ കോളുകളോ ലഭിച്ചാൽ പരാതി നൽകാനുമുള്ള സൗകര്യവും ഒരുക്കേണ്ടതാണ്. വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് പ്രമോഷണൽ സർവീസ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് കോളുകൾ നടത്തുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇത്തരം ലംഘനങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട സേവനങ്ങൾ ടെലികോം കമ്പനികൾ സസ്പെൻഡ് ചെയ്യണം. സംശയാസ്പദമായ കോളുകളും സന്ദേശങ്ങളും ഉപഭോക്താക്കളിൽ എത്തുന്നതിന് മുമ്പ് തിരിച്ചറിഞ്ഞ് തടയാൻ ടെലികോം കമ്പനികൾ സാങ്കേതിക സംവിധാനങ്ങൾ സ്ഥാപിക്കണം. കൂടാതെ ഉപയോഗരീതികൾ നിരീക്ഷിക്കുകയും മറ്റ് ഓപ്പറേറ്റർമാർ, റെഗുലേറ്ററി ഏജൻസികൾ, അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവയുമായി വിവരങ്ങൾ പങ്കുവച്ച് സഹകരിക്കുകയും വേണം. പ്രാദേശികവും അന്തർദേശീയവുമായ SMS സേവനദാതാക്കൾ അയക്കുന്നവരുടെ വ്യക്തിത്വം സ്ഥിരീകരിക്കണമെന്നും വ്യാജ സന്ദേശങ്ങൾ, ആൾമാറാട്ടം, സെൻഡർ ഐഡിയുടെ ദുരുപയോഗം എന്നിവ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. TRAയുടെ അനുമതിയില്ലാതെ അംഗീകൃത സേവനദാതാക്കൾക്കോ അന്തർദേശീയ ഇടനിലക്കാർക്കോ മറ്റ് വരിക്കാർക്കോ ഉപഭോക്തൃ വിവരങ്ങൾ കൈമാറുന്നത് നിയന്ത്രിച്ചു. ഉപഭോക്തൃ ഡാറ്റയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും നിർബന്ധമാക്കി. പുതിയ ചട്ടങ്ങൾ പാലിക്കുന്നതിന് ടെലികോം കമ്പനികൾക്കും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും പ്രാബല്യ തീയതി മുതൽ 6 മാസത്തെ സാവകാശം TRA അനുവദിച്ചിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ അനാവശ്യ മാർക്കറ്റിംഗ് കോളുകളും സന്ദേശങ്ങളും കുറയുകയും ടെലിഫോൺ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കപ്പെടുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നു. ദേശസ്നേഹവും ആവേശവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 1000-ലധികം ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടെ എംബസി പരിസര ആഘോഷങ്ങളിൽ പങ്കെടുത്തു. മബേല ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ഇന്ത്യൻ അംബാസിഡർ പ്രശാന്ത് പീസെ ദേശീയ പതാക ഉയർത്തി. 2026 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ സർക്കാരിൻ്റെ സൂര്യപഥ് തിരങ്ക എന്ന ആഗോള ഡിജിറ്റൽ ത്രിവർണ്ണ പതാക പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പതാക ഉയർത്തിയ ശേഷം അംബാസിഡർ സദസ്സിനെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ശ്രദ്ധേയമായ മുന്നേറ്റവും ഭാവിയിലെ വികസന ലക്ഷ്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലെ പ്രധാന ഭാഗങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിനായി പുതിയ സമുദ്രപാത നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാനുമായി ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അറിയിച്ചു.
എന്നാൽ കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് ജൂണിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതിനെ ആശ്രയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒമാനുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഇത് തികച്ചും വേറിട്ട വിഷയമാണെന്നും അരാഗ്ചി കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള സമുദ്രപാത നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയമാണ് നിലവിൽ ചർച്ച ചെയ്യുന്നത്. നേരത്തെ നിലവിലുണ്ടായിരുന്ന കപ്പൽ പാതകൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. അതിനാൽ പുതിയ പാത നിർണ്ണയിക്കേണ്ട സാഹചര്യമാണുള്ളത്. നിലവിൽ ഒരു താൽക്കാലിക പാത രൂപകൽപ്പന ചെയ്യുകയാണ്. പിന്നീട് ഇത് അന്തിമ കപ്പൽ പാതയായി മാറ്റാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകളിൽ ഉടൻ ധാരണയിലെത്താൻ കഴിഞ്ഞേക്കുമെന്നും അരാഗ്ചി വ്യക്തമാക്കി. എന്നാൽ പുതിയ സമുദ്രപാത നിശ്ചയിക്കുന്നതും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സീബ് വിലായത്തിലെ അൽ ജാമി റൗണ്ട് അബൌട്ടിന്റെ വികസന പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഓഗസ്റ്റ് 23 ഞായറാഴ്ച പുലർച്ചെ വരെ റൗണ്ട് അബൌട്ടിൽ നിയന്ത്രണം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ കാലയളവിൽ വാഹനയാത്രക്കാർ ഗതിമാറ്റ സൂചനാ ബോർഡുകളും ട്രാഫിക് നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും അതീവ ജാഗ്രതയോടെ യാത്ര ചെയ്യണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ മുനിസിപ്പാലിറ്റി പകരം മാർഗങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. മസ്കറ്റ്, ഹൽബാൻ, ബർക്ക എന്നിവിടങ്ങൾക്കിടയിൽ ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യം മസ്കറ്റ് എക്സ്പ്രസ് വേ ആണ്. സീബിലെ പ്രധാന ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കി വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും. സുൽത്താൻ ഖാബൂസ് റോഡ് തീരദേശത്തിന് സമാന്തരമായി കിഴക്ക് പടിഞ്ഞാറ് യാത്ര ചെയ്യുന്നവർക്ക് ഇത് മികച്ച മാർഗമായിരിക്കും. എന്നാൽ സീബിന്റെ മധ്യഭാഗത്തുള്ള ചില എക്സിറ്റുകളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അൽമൗജ് ഭാഗത്തേക്ക് കടൽ തീര മേഖലയിലേക്ക് പോകുന്നവർക്ക് ഉൾപ്രദേശങ്ങളിലെ തിരക്ക് ഒഴിവാക്കി യാത്ര ചെയ്യാൻ അനുയോജ്യമായ വഴി സീബ് സീഫ്രണ്ട് റോഡാണ്. മബേല ഭാഗത്തേക്കോ മബേല പാലത്തിന് സമീപത്തേക്കോ യാത്ര ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്ന പകരം പാത അൽസലാം സ്ട്രീറ്റാണ്. മസ്കറ്റ് എക്സ്പ്രസ് വേയിലേക്കുള്ള ജംഗ്ഷനുകളിലേക്കും സുൽത്താൻ ഖാബു സർവകലാശാല പരിസരത്തേക്കും എത്തിച്ചേരാൻ വിശ്വസനീയമായ കിഴക്ക് പടിഞ്ഞാറ് പാത അൽഖൂത്ത് സ്ട്രീറ്റാണ്. അൽ ഷബാബ് സ്ട്രീറ്റ് തെക്കൻ മവേല മേഖലയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇത് അനുയോജ്യമാണ്. എന്നാൽ മസൂൺ മസ്ജിദ് ജംഗ്ഷൻ സമീപം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാരണം പ്രാദേശിക ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാമെന്നും അധികൃതരുടെ മുന്നറിയിപ്പുണ്ട്. റോഡ് വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാൽ യാത്രക്കാർ മുൻകൂട്ടി യാത്രാസമയം ക്രമീകരിക്കുകയും സാധ്യമാകുന്ന സ്ഥലത്ത് പകരം പാതകൾ ഉപയോഗിക്കുകയും ചെയ്യണമെന്നും മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു. ദോഫാർ ഗവർണറേറ്റിലെ അഖബത്ത് അൽ യാസ്മിൻ റോഡിൽ 3 ട്രക്കുകൾ മറിഞ്ഞ് സലാലയിലേക്കുള്ള പാതയിൽ ഗതാഗത തടസ്സം നേരിട്ടതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.